ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. കുട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ലൈവ് സ്ട്രൈക്ക് കിട്ടിയെന്ന് ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ അറിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ലൈവൊന്നുമില്ല, പക്ഷേ വീഡിയോ ഇട്ടാലും ആരും അങ്ങനെ അധികം കാണുന്നൊന്നുമില്ല കേട്ടോ. അതിലൊന്നും നമുക്ക് ഒന്നും ആവില്ല. പിന്നെ ഇടാനും അതുകൊണ്ട് മടി തോന്നും കണ്ടോ. സമയമില്ല, ഇതിനെല്ലാം ഇങ്ങനെ എല്ലാം നടക്കണമല്ലോ. നമ്മൾ ഓരോന്നോരോന്ന് എഡിറ്റ് ചെയ്യാനും നോക്കാനും ചെയ്യാനും എല്ലാം നിൽക്കണം. പിന്നെ വീഡിയോ ഒക്കെ കുറേ കിടപ്പുണ്ട് കേട്ടോ. വീഡിയോ നമ്മളവിടെ ചാലക്കുടിക്ക് പോയിട്ട് വന്ന വഴിയെല്ലാം കുറച്ച് ലേറ്റായിട്ട് കുറച്ച് നല്ലോണം ഇതായിട്ടാണ് വന്നത്. കുറേ എല്ലാം വണ്ടിയെല്ലാം നിർത്തിയൊക്കെ ആയിരുന്നു വന്നത്. അതുകൊണ്ട് തന്നെ അതെല്ലാം കുറേ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ മോൻ മലയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാല ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയി. ആദ്യത്തെ ഫസ്റ്റ് വീഡിയോ മോള് മലയ്ക്ക് പോകാനായിട്ട് കെട്ടുനിറയ്ക്കലിന് പോയിട്ട് അമ്പലത്തിൽ ഇരിക്കുന്ന ഒരു സീനാണ് കേട്ടോ. അത് എനിക്കങ്ങനെ അമ്പലത്തിൻ്റെ അങ്ങോട്ടുള്ള ഭാഗങ്ങളൊന്നും എടുക്കാൻ തോന്നിയില്ല കേട്ടോ. അതൊന്നും ഞാൻ എടുത്തില്ല. നമ്മളതൊന്നും അങ്ങനെ എടുത്ത് പിന്നെ പബ്ലിക് ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചു. അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നതെന്ന് വിചാരിച്ചിട്ട്. പിന്നെ മോളവിടെ ഇങ്ങനെ മടിയിലിരുന്നപ്പം അവളെ കൊണ്ട് അധികം സമയം നിൽക്കാൻ വയ്യല്ലോ. അതുകൊണ്ട് അവിടെ ഇരുന്നപ്പം ഞാൻ പിന്നെ ഫോൺ എടുത്ത് വെച്ച് ഇങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഒന്ന് എടുത്തതേ ഉള്ളൂ. വേറെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അവൻ്റേതും ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഒന്നും എടുത്തിട്ടില്ല. അവിടെ ചെന്ന് പിന്നെ ഭയങ്കര തിരക്കായിരുന്നെന്ന് പറഞ്ഞു. 4 മണിക്കൂർ അവിടെ തന്നെ ക്യൂ നിന്നു. പിന്നെ ഓൺലൈൻ ബുക്കിംഗ് ഒന്നും ചെയ്യാണ്ട് പോയതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അതെല്ലാം ഓൾറെഡി കഴിഞ്ഞു പോയി തോന്നുന്നു. അത്രയും തിരക്കായിപ്പോയി ഈ വർഷം തോന്നുന്നു കേട്ടോ. അപ്പം എന്നും കേൾക്കാം ന്യൂസിലെല്ലാം പറയുന്നത് ഭയങ്കര ക്യൂ ആണെന്ന്. അപ്പോൾ ഈ ബുക്ക് ചെയ്യാൻ വേണ്ടി അവിടെ ബുക്ക് ചെയ്യാത്തവർ അവിടെ ചെന്നിട്ട് നമ്മൾ ക്യൂവിൻ്റെ ഇത് എന്തോ എടുക്കണമല്ലോ. അപ്പോൾ അതിനും പോയി നിന്നിട്ട് അങ്ങനെ 2 മണിക്കൂർ അതിനും നിന്നു. അങ്ങനെ കുറേ സമയം നിന്നെന്ന് പറയും. ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു. നമുക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറഞ്ഞില്ല. മോനെ ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂട്ടത്തിലാണ് വിട്ടത്. അതുകൊണ്ട് പിന്നെ നമ്മൾ അവരോടൊന്നും അങ്ങനെ പറഞ്ഞു വിടുന്നത് ശരിയല്ലല്ലോ. അപ്പം അത്രയും ബുദ്ധിമുട്ടി അങ്ങ് ചെന്ന് പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് അയക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ. അപ്പം മോനിങ്ങനെ തിരക്കിൻ്റെ മാത്രം അവിടെ ചെന്ന് നിന്നിട്ടൊരു വീഡിയോ ഇങ്ങനെ എടുത്ത് അവൻ്റെ ഫ്രണ്ടിലുള്ളത് എടുത്തിട്ടു. അതൊക്കെ ഉള്ളൂ കേട്ടോ, വേറൊന്നുമില്ല. പിന്നെ കുട്ടിയുടെ ലൈവ് സ്ട്രൈക്കായി പോയതുകൊണ്ട് ഒന്നിനും പറ്റുന്നില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാനൊന്നും ഇട്ടിട്ടില്ല. തേനും വയമ്പും എന്നും പറഞ്ഞുകൊണ്ട് വേറൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് ലൈവൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. മോൾ ഉറങ്ങുന്ന സമയത്ത് സൗണ്ടില്ലാത്ത സമയമൊക്കെ നോക്കിയിട്ട് അങ്ങനെയൊക്കെ പറ്റുള്ളൂ. ഇനി അതിൻ്റെ അകത്തും കൂടെ ഒരു പണി കിട്ടിയാൽ അത് വലിയ പാടാണല്ലോ. അതുകൊണ്ട് അങ്ങനെയൊക്കെ നോക്കി അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് എപ്പോഴാണ് ഇനി ഓപ്പൺ ആവുന്നതെന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഒരു പ്രാവശ്യം കൂടെ കിട്ടിയാൽ ചാനൽ മൊത്തത്തോടെ പോകുമെന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് പോകുകയെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സങ്കടമാവുമല്ലോ. അതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ ഇങ്ങനെ അങ്ങ് പോകുന്നു എന്നല്ലാണ്ട് വേറൊന്നും ചെയ്യാനില്ല. പോയാൽ പോട്ടെ എന്ന് വിചാരിച്ച് ഞാനങ്ങ് പോന്നു. അതുകൊണ്ട് തന്നെ വേറൊരു ചാനൽ അത്രയൊരു വിഷമം പാടില്ലല്ലോ. അന്നേരം അഥവാ പോയാലും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒരു ചാനലും കൂടെ അങ്ങ് തുടങ്ങി വെച്ചത്. വീഡിയോസ് ഇടാൻ പറ്റിയാലും ഇല്ലെങ്കിലും അങ്ങനെ അങ്ങ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇതാട്ടോ, ഇത് അമ്പലത്തിൽ ഇരിക്കുന്ന ഒരു കെട്ടുനിറക്കലിന് പോയിട്ട് അവളിങ്ങനെ ഇരിക്കുന്ന ഒരു വീഡിയോ കേട്ടോ. മടിയിലിരുത്തി താഴെ ഇരുന്നപ്പം കുറച്ച് സമയം അങ്ങനെ എടുത്തതാണ്. പിന്നെ നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടിനും പ്രാർത്ഥനയ്ക്കും എല്ലാം ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഒരുപാട് താങ്ക്സ്. ഇത് പിന്നെ ചാലക്കുടിയിൽ നിന്ന് ഞങ്ങൾ വരുന്ന വഴിക്ക് അവിടെ ഞാൻ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് എടുത്തതാണ് കേട്ടോ. പിന്നെ പോരുന്ന വഴിക്കൊക്കെ കുറേ സമയം അവിടെ ഇവിടെയൊക്കെ ഇറങ്ങി നിന്ന് വീഡിയോസൊക്കെ എടുത്തായിരുന്നു അന്ന് വന്നത്. അങ്ങനെയൊന്നും ഞങ്ങൾ വരാറില്ല കൂടുതലും. അങ്ങനെ എങ്ങും നിർത്താണ്ട് ഒറ്റയടിക്ക് ഇങ്ങ് പോരും. പിന്നെ മോൾക്ക് മാത്രം ഫുഡ് കൊടുക്കാനും അങ്ങനെയൊക്കെ നിർത്തിയാലേ ഉള്ളൂ. അപ്പം പിന്നെ വീഡിയോസൊന്നും എടുക്കാനൊന്നും സമയം കിട്ടുന്നില്ലായിരുന്നു അന്ന്. പക്ഷേ ഒരുപാട് ലേറ്റായി ഇങ്ങനെയൊക്കെ പതിയെ ഇങ്ങ് പോകുന്നത്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിനും പ്രാർത്ഥനയ്ക്കും എല്ലാം ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. കുട്ടിയുടെ കൂടെ നിങ്ങളെല്ലാവരും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും വേണം കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടെന്ന് വിചാരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഈ ചാനലിന് തന്ന പോലെ തന്നെ മറ്റേ ചാനലിന് നിങ്ങളെല്ലാം സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ ഇതെല്ലാം അങ്ങ് അവിടുന്ന് വന്ന വഴിക്ക് തന്നെ എടുത്തതാണ് കേട്ടോ. അവിടുന്ന് ഇടയ്ക്ക് വന്നപ്പോൾ ഇങ്ങനെ ഒരു കുരങ്ങന്മാരെല്ലാം അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിർത്തി കുറേ സമയം അങ്ങനെ എടുത്തു വിട്ടു. നമ്മുടെ കയ്യിൽ എന്തോ തിന്നാനായിട്ട് എന്തോ സാധനം ഉണ്ടായിരുന്നു, അതൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. പഴം ഉണ്ടായിരുന്നു, പഴമൊക്കെ എടുത്ത് കൊടുത്തു. അതെല്ലാം തിന്നുന്നതെല്ലാം കുറേ നേരം അവിടെ